ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ ഇപ്പോൾ വളരെ ഒരു സ്ട്രോങ് പൊസിഷനിലാണ്. രണ്ട് പാർട്ടിക്കാരായാലും ബൈഡന് പാകിസ്ഥാനോട് കുറച്ചൊരു സ്നേഹമുണ്ടെന്നൊരു വയ്പുണ്ടെങ്കിൽ പോലും ഇന്ത്യയോടുള്ള ബന്ധത്തിലൊരു മോശം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റിന്റെ സമയത്ത് വളരെ പുതിയ ഈ എമർജിങ് ടെക്നോളജീസ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ജെറ്റ് എൻജിൻസ് സപ്ലൈ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ സെമി കണ്ടക്ടേഴ്സിന്റെ വലിയൊരു പ്രോജക്റ്റ് കൊൽക്കത്തയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതൊക്കെ ഇന്ത്യക്ക് ഒരിക്കലും നമ്മൾ നേറ്റോ അല്ലാത്തത് കൊണ്ട് കിട്ടാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ബൈഡൻ അക്കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ല കാൽവയ്പായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും കാൻഡിഡേറ്റ്സ് രണ്ടുപേരും ഇന്ത്യയുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയും ഇന്ത്യയിൽ ഫാഷിസം ഉയർന്നു വരുന്നു എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യമാണ് പ്രധാനം. അപ്പോൾ അതവർ കാണാൻ തയ്യാറില്ലാതെ വളരെയധികം നിശ്ചിതമായി മോദി ഗവൺമെന്റിനെ അവർ രണ്ടുപേരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ ഡെമോക്രസി ഇതാണ് വളരുന്നില്ല, ഡെമോക്രസി താഴ്പോവാണെന്നൊക്കെ ഉള്ളത്. അത് മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതർവൈസ് ബൈഡൻ വാസ് ഓൾസോ ഗുഡ്. പിന്നെ മോദി ട്രംപ് റിലേഷൻഷിപ്പ് നല്ലതാണ്. അതൊരു ഇക്വേഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേർക്കും റിസർവേഷൻസ് ഉണ്ട്, എന്നാലും ദേ ക്യാൻ വർക്ക് ടുഗദർ. പിന്നെ ചൈന ഈസ് എ ബിഗ് ഫാക്ടർ. ചൈന കണ്ടെയ്ൻ ചെയ്യുന്നതിൽ ഇന്ത്യക്കൊരു വലിയ റോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അതിൽ ശക്തിപ്പെടും. കാരണം ചൈന കൂടുതൽ അപകടകാരിയായി മാറുകയാണ്. അപ്പോൾ ഈ ക്വാഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അതിനെ വലുതാക്കി ചൈനയെ നിയന്ത്രിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അമേരിക്കയ്ക്കുണ്ട്. അതിൽ ഇന്ത്യക്കാണല്ലോ ബോർഡർ ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംശം. അതുകൊണ്ട് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് പൊതുവെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് എന്താണ് ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ യാഥാർത്ഥ്യമാക്കി. ഇനി ഗാസയിലെ സമാധാന അന്തരീക്ഷമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. വല നിർത്തിയെന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഇവരെ തന്നെ ഹോസ്റ്റേജസിനെ ഡ്യൂട്ടി കൊടുത്തിട്ടില്ല മുഴുവനായിട്ട്. അത് തന്നെ കുറേ സമയമെടുക്കും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം അതായിരുന്നു ഇഷ്യൂ. ഹോസ്റ്റേജ്, ഞങ്ങളുടെ ആരും അവിടെ ഹോസ്റ്റേജ് ആകാൻ പാടില്ല. അവരെത്ര പാലസ്തീനിയൻസിനെയും വിടും, പക്ഷെ ഇസ്രായേലീസിനെ വിടണം എന്നുള്ളതായിരുന്നു അവരുടെ നിർബന്ധം. ഇപ്പം 3 പേരെ മാത്രമേ വിട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കണ്ടിന്യൂ ചെയ്യും കുറെ കൂടെ പ്രശ്നങ്ങൾ. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ പാലസ്തീൻ എന്നുള്ള രാജ്യം അംഗീകരിക്കപ്പെടണം. അതായിരുന്നില്ലല്ലോ നേരത്തെയുള്ള പ്രവൃത്തി. പ്രസിഡന്റ് ട്രംപ് ചെയ്തതും ബൈഡൻ ചെയ്തതും അറബ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും കൂടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു പാലസ്തീനെ മാറ്റി നിർത്തിയിട്ട്. പക്ഷെ ഹമാസ് അറ്റാക്ക് ചെയ്യാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. പാലസ്തീൻ അജണ്ടയിൽ നിന്ന് പോകുന്നു എന്ന് ഭയപ്പെട്ടിട്ടാണ് അവർ നമ്മളെ സാക്രിഫൈസ് ചെയ്യുന്നാലും പാലസ്തീൻ ഇഷ്യൂ കൊണ്ടുവരണം എന്നുള്ളത്. ഇപ്പോൾ പാലസ്തീൻ ഇഷ്യൂസ് ബിക്കം വെരി ഡോമിനന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് അവർ സാധിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അമേരിക്ക എത്രമാത്രം പ്രഷറൈസ് ചെയ്യാൻ കഴിയും നെതന്യാഹുവിനോട് എന്നുള്ളതനുസരിച്ചിരിക്കും അവിടെ ഉണ്ടാകും. പക്ഷേ വെസ്റ്റ് ഏഷ്യയിൽ ധാരാളം മറ്റു പ്രോബ്ലംസ് ഉണ്ട്. സിറിയ ഇസ് എ ബിഗ് ഇഷ്യൂ. അപ്പം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, പാലസ്റ്റൈൻ മാത്രമല്ല. പക്ഷേ വന്നുകൊണ്ടിരുന്നത് ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും എഗ്രിമെന്റ് സൈൻ ചെയ്തു. അപ്പം സൗദി അറേബ്യ വാസ് ദ ലാസ്റ്റ്. സൗദി അറേബ്യ ചെയ്യുന്നതിന് മുമ്പെയാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. കാരണം സൗദി അറേബ്യ ടു സൈൻ എ പീസ് ട്രീറ്റി. അപ്പോൾ അതുകൊണ്ട് എവറിത്തിങ് ഈസ് ഓപ്പൺ ബാക്ക് അഗൈൻ. അപ്പോൾ ഇനി യുദ്ധമില്ലാതെ തന്നെ എങ്ങനെയെങ്കിലും സമാധാനത്തിലേക്ക് എത്താൻ ശ്രമിക്കണം. പാലസ്തീൻ എവിടെയാണ് സൃഷ്ടിക്കേണ്ടത്, അവർക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ടാകും, പുറത്തുനിന്നുള്ള പാലസ്തീനിയൻസിനെ തിരിച്ചു വരാൻ സമ്മതിക്കുമോ, ഇസ്രായേൽ വീണ്ടും ഗാസയെ ഒരു പ്രിസണായിട്ട് മാറ്റുമോ, ഇതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് സമാധാനം സ്ഥാപിച്ചു എന്ന് പറയാൻ കഴിയില്ല, ഒരു സ്റ്റെപ്പ് എടുത്തു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ.